നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്ത് ചെയ്യാനാ മോളെ? ഇനി ഇതുപോലെ പലത് സഹിക്കേണ്ടി വരും. നമ്മുടെ എല്ലാവരുടെയും കഴുത്ത് അവളുടെ കക്ഷത്തിലായിപ്പോയി. ഇവളെ ഇത്രയും വളരാൻ അനുവദിച്ചത് കാർത്തിയുടെ സഹതാപോ? സഹിച്ചേ പറ്റൂ. പിടിപ്പുകേട് നമ്മുടെ ഭാഗത്തായി പോയി. ഈ പരിതസ്ഥിതിയിൽ അവളോട് എതിർത്താൽ അവള് കുഞ്ഞിനെ കൊണ്ട് ആ വൈശാഖിന്റെ കൂടെ അങ്ങ് പോവും. പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ ഭാവി എന്താവും? ആ വൃത്തികെട്ടവരുടെ കൂടെ ചെമ്പകമംഗലത്തെ കുഞ്ഞ് വളരും. അങ്ങനെ വന്നാ ഇതിനൊക്കെ എന്താ ഒരു പോംവഴി? ഇക്കാര്യം എന്താ വല്യേട്ടൻ എന്നോട് പറയാൻ താമസിച്ച്? ആദ്യം എന്നോടല്ലേ ഇത് പറയേണ്ടിയിരുന്നത്? നീ ക്ഷമിക്കണ്ട മോളെ. ആദ്യം നിന്നോടല്ല സാവിത്രിയോട് പറയാനാ തോന്നിയത്. ഷാർജയിൽ വെച്ച് ഈ ആക്സിഡന്റ് ഉണ്ടായപ്പോ ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങ് പറന്നു വരില്ലായിരുന്നു വല്യേട്ട. UAE-യിൽ എനിക്ക് ബന്ധപ്പെട്ട എത്ര ആളുകളുണ്ടെന്ന് വല്യേട്ടൻ അറിയോ? അതെനിക്കറിയാം. പക്ഷെ പെട്ടെന്നുള്ള വെപ്രാളത്തില് ആദ്യം സാവിത്രി വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. പക്ഷേ സാവിത്രിക്ക് 10 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ അവള് രാജലക്ഷ്മി അമ്മയുടെ മുന്നിൽ കൈനീട്ടണം. അവരെന്തെങ്കിലും കൊടുക്കണമെങ്കിൽ 100 പേരുടെ പെർമിഷൻ വേണം. പക്ഷേ ഇന്ദ്രജിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ ഭർത്താവ് ഞാൻ എത്ര രൂപ ചെലവാക്കിയാലും എന്നോടൊന്നും ചോദിക്കില്ല. അല്ല, ഞാൻ അയാളുടെ ചൊൽപ്പടിക്കല്ല നിൽക്കുന്നത്, അയാൾ എന്റെ ചൊൽപ്പടിക്കാ നിൽക്കുന്നേ. നീ ഭാഗ്യവതി ഇന്ദ്രജേ. മാധവ മന്ദിരത്ത് മാധവൻ നമ്പ്യാരുടെ മക്കളെല്ലാം ഭാഗ്യശാലികളും മാനാഭിമാനം ഉള്ളവരുമാ വല്യേട്ട. പിന്നെ വല്യേട്ടൻ ഇങ്ങനെ അച്ചി വീട്ടിലെ സാമ്പാറെ കുടിക്കൂന്ന് വാശി പിടിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്. ഈ അവസരത്തില് നീ ശവത്തി കുത്തല്ലേ മോളെ. സോറി വല്യേട്ട, ഞാൻ എന്റെ ധാർമ്മിക രോഷം കൊണ്ട് അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. സോറി. സാരമില്ല, നീ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമില്ല. അത് കേൾക്കാൻ ഞാൻ അർഹനാണ്. അത് വല്യേട്ടൻ മനസ്സിൽ നിന്ന് വിട്ടേക്ക്. ഇന്ദ്രജേ മോളെ, നീ എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇതെന്താ വല്യേട്ടൻ ഈ പറയുന്നേ? ഏട്ടൻ എനിക്ക് ആരാ? ജീവിച്ചിരിക്കുന്ന എന്റെ ഒരേ ഒരു കൂടപ്പിറപ്പാ വല്യേട്ടൻ. അതറിയില്ലേ? വല്യേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. എന്റെ ഏട്ടൻ ഈ കാര്യത്തിന് വേണ്ടി ഭാര്യ വീട്ടുകാരുടെ മുന്നിൽ കൈനീട്ടാൻ നിൽക്കണ്ട. വല്യേട്ടന് ആവശ്യമുള്ള പണം ഞാൻ തരും. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനേ അങ്ങോട്ട് വിളിക്കാം. വല്യേട്ടൻ ഫോൺ വയ്ക്ക്. അയാളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ചെമ്പകമംഗലത്തുകാരെ തകർക്കണമെങ്കിൽ ഇയാളെ കൂടെ എന്റെ പക്ഷത്ത് കിട്ടണം. പിന്നെ 3 കോടി, അതിനും വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും പോകാനില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.